ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കൂൺ ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാവില്ലല്ലേ? അല്പം ക്ഷമയും ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വിളവെടുക്കുവാനും വരുമാനം കണ്ടെത്തുവാനും കഴിയുന്ന കൃഷി രീതിയാണ് കൂൺ കൃഷി. റോമൻകാർ ദൈവത്തിന്റെ ആഹാരമെന്നും ചൈനക്കാർ മൃതസഞ്ജീവിനി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കൂണിന്റെ ആയിരക്കണക്കിന് ഇനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഭക്ഷ്യയോഗ്യമായതും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്നതുമായ എണ്ണപ്പെട്ട ഇനങ്ങളിൽ ഒന്നായ ചിപ്പിക്കൂണിന്റെ കൃഷി രീതിയാണ് ഇന്ന് നിങ്ങൾ കാർഷികം ചാനലിലൂടെ പരിചയപ്പെടുന്നത്. കൂൺ നിർമ്മാണത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് മാധ്യമമാണ്. മാധ്യമത്തിനായി വൈക്കോൽ, റബ്ബറിന്റെ അറക്കപ്പൊടി, ചകിരിച്ചോറ്, വാഴത്തട എന്നിവ ഉപയോഗിക്കാം. നമ്മൾ ഇന്ന് വൈക്കോലാണ് മാധ്യമമായി തിരഞ്ഞെടുക്കുന്നത്. സ്വർണ്ണ നിറമുള്ളതും പഴകാത്തതും വൃത്തിയുള്ളതുമായ വൈക്കോൽ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക. ബെഡ് നിർമ്മാണത്തിനായി നമ്മൾ തിരഞ്ഞെടുത്ത മാധ്യമം അണുവിമുക്തമാക്കേണ്ടതുണ്ട്. ഇതിനായി മാധ്യമം ആവിയിൽ പുഴുങ്ങിയോ തിളപ്പിച്ചെടുത്തോ അല്ലെങ്കിൽ രാസലായനിയിൽ മുക്കിയെടുത്തോ അണുവിമുക്തമാക്കുവാൻ കഴിയും. നമ്മൾ ഇന്ന് ചെയ്യുന്നത് രാസലായനിയിൽ മുക്കിയെടുക്കുന്ന രീതിയാണ്. ഇതിനായി കാർബൺ ഡൈഓക്സൈഡ് 7.5 ഗ്രാമും ഫോർമാലിൻ 50 മില്ലിലിറ്ററും 100 ലിറ്റർ വെള്ളത്തിൽ കലക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് മാധ്യമമായ വൈക്കോൽ 18 മണിക്കൂർ കുതിർത്തു വയ്ക്കുക. കുതിർത്തു വെച്ച വൈക്കോൽ അടുത്ത ദിവസം വെള്ളം വാർന്നു കളഞ്ഞ് ഒരു വൃത്തിയുള്ള പ്രതലത്തിൽ 50% ഈർപ്പം നഷ്ടമാവുന്നത് വരെ ഉണക്കുക. അതായത് വൈക്കോൽ കയ്യിലെടുത്താൽ വെള്ളം ഇറ്റിറ്റ് വീഴരുത്, എന്നാൽ ജലാംശം ഉണ്ടാവുകയും വേണം. ഇനി വേണ്ടത് പോളിത്തീൻ കവറുകളാണ്. 30 സെന്റിമീറ്റർ വ്യാസവും 60 സെന്റിമീറ്റർ നീളവും 150 kg കട്ടിയുമുള്ള പോളിത്തീൻ കവറുകളാണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. കൂൺ കൃഷിയിൽ ഉടനീളം മറക്കുവാൻ പാടില്ലാത്ത ഒന്നാണ് ശുചിത്വം. അതുകൊണ്ട് തന്നെ കൂൺ വിത്ത് അല്ലെങ്കിൽ സ്പോൺ അണുവിമുക്തമാക്കിയ ഒരു ട്രേയിൽ ഇളക്കിയിടുക. ഇനി പോളിത്തീൻ കവറിലേക്ക് അണുവിമുക്തമാക്കി വെച്ചിരിക്കുന്ന വൈക്കോൽ 10 സെന്റിമീറ്റർ കനത്തിൽ ഇട്ട് അതിനരികിലൂടെ സ്പോൺ വിതറാം. ഇത്തരത്തിൽ 4 ലെയറുകൾ ചെയ്തതിനു ശേഷം ഏറ്റവും മുകളിലായി എല്ലാ ഭാഗത്തും വരത്തക്ക വിധത്തിൽ സ്പോൺ വിതറുക. ഇതിനുശേഷം അണുവിമുക്തമാക്കിയ ഒരു പിൻ ഉപയോഗിച്ച് 100 മുതൽ 200 സുഷിരങ്ങൾ വരെ ഇടുക. ഇത്തരത്തിൽ തയ്യാറാക്കിയ ബെഡുകൾ ഒരു ഇരുട്ട് റൂമിൽ 14 ദിവസം സൂക്ഷിക്കുക. 14 ദിവസത്തിന് ശേഷം ബെഡുകൾ ക്രോപ്പിംഗ് റൂമിലേക്ക് മാറ്റുക. ഈ സമയത്ത് തന്നെ ചെറിയ മുകുളങ്ങൾ വന്നു തുടങ്ങും. കൂടുതൽ മുകുളങ്ങൾ വരാനായി ഒരു ബ്ലേഡ് ഉപയോഗിച്ച് പോളിത്തീൻ കവറുകൾ കീറിവിടുക. ഒരു ബെഡിൽ നിന്ന് മാക്സിമം 3 മുതൽ 4 വിളവ് എടുക്കുവാൻ കഴിയും. മലയാളി നേരിടുന്ന ജീവിതശൈലി രോഗങ്ങളെ വരെ അകറ്റി നിർത്തുവാൻ സഹായിക്കുന്ന തരത്തിൽ ആന്റി ഓക്സിഡന്റുകൾ, അമിനോ ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ കൂൺ വീട്ടിലെ പരിമിതമായ സ്ഥലത്തും മിതമായ നിരക്കിൽ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും വരെ ലാഭകരമായി കൃഷി ചെയ്യാവുന്ന ഒന്നാണ്. ഇതിനായി കൃഷി വകുപ്പ് കൂൺ ഗ്രാമം പദ്ധതികളും ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്.